നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, എവിടെ വെച്ചാ കാണുന്നേ? തന്റെ വീടായ നെല്ലിശ്ശേരിയിൽ വെച്ച് തന്നെ. ഇവിടെയോ? ഇവിടെ എല്ലാവരും കാണും. ആ, അതാ അങ്ങോട്ട് തന്നെ വരുന്നത്. എനിക്ക് കൺഫ്യൂഷൻ വേണ്ട, തന്നോടൽ തന്നെയാ. അന്ന് പെട്ടെന്ന് എവിടേക്കാ പോയത്? നേരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ. പിന്നെ നിങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സത്യം പറഞ്ഞ ധനുഷ് ഇപ്പൊ വിളിച്ചപ്പോഴാ സമാധാനമായത്. ഞാൻ കരുതി അർച്ചനടുത്തെയും സച്ചേട്ടനൊക്കെ കൂടെ ചേർന്ന് ധനുഷിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയതായിരിക്കും. അങ്ങനെയൊക്കെ കരുതിയോ? അതിന് മാത്രം കെൽപ്പുണ്ടോ നിന്റെ അടുത്തേക്ക്? നന്ദേട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ കാര്യം അവരോട് ചോദിച്ച് വഴക്കാക്കാത്തത്. എനിക്കറിയാം, അപ്പൊ അങ്ങനെ ഉണ്ടായാലും നീ അവിടുന്ന് രക്ഷപ്പെട്ടു വരുമെന്ന്. കാരണം എന്റെ ഇഷ്ടവും പ്രാർത്ഥനയും അത്രയ്ക്കുണ്ടായിരുന്നു. തന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ലടോ. എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടും താൻ എന്റെ കൂടെ നിന്നല്ലോ. ഇതാണ് പറയുന്നത്, ആത്മാർത്ഥ പ്രണയത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. അതെ, എന്നെ ഇവിടെയുള്ളവർ മുഴുവനും നിർബന്ധിച്ചു നിന്നെ മറക്കാൻ വേണ്ടി. ഞാൻ പറ്റില്ലെന്നും മരിച്ചു കളയെന്നൊക്കെ പറഞ്ഞപ്പോഴാ വലിയ ശല്യമില്ലാതിരുന്നതും നന്ദേട്ടൻ എന്റെ ഒപ്പം നിന്നതും. എനിക്ക് നിന്നോടുള്ള പഴയ ഇഷ്ടം ഇപ്പോഴും അതേപടി തന്നെയുണ്ട്. അല്ലെങ്കിൽ അതിച്ചിരി കൂടെയെങ്കിലേ ഉള്ളൂ. ഞാനും കൂടെ നിന്നെ തെറ്റിദ്ധരിച്ചു, ജയിലിലാക്കി. അതിനൊക്കെ പകരമായിട്ട് എനിക്കിന്ന് നിന്റെ കൂടെ നിന്നേ പറ്റൂ. അത് മതി, എന്നെ സ്നേഹിച്ചാ മതി. ഇനിയും ആരെങ്കിലും എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞു വന്നാ വിശ്വസിക്കരുത്. എനിക്കത് താങ്ങാൻ പറ്റില്ല. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും തല്ലി ചതച്ചപ്പോഴും ഞാൻ കരഞ്ഞത് താൻ എന്നെ അവിശ്വസിച്ചല്ലോ എന്നോർത്താ. തന്നെ കാണാതെ സംസാരിക്കാതെ ഇരിക്കാൻ എനിക്ക് പറ്റാണ്ടായപ്പോഴാ തന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ ആളയച്ചത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന തെറ്റിദ്ധരിക്കപ്പെടുമ്പോ തന്നെയാ. അത് കഴിഞ്ഞ 14 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇനി ഒരേ ഒരു ആഗ്രഹം മനസ്സിലുള്ളൂ, തന്നോടൊപ്പമുള്ള ജീവിതം. എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണം. മുടങ്ങിയ അതേ അമ്പലത്തിൽ വെച്ച് തന്നെ. അച്ഛനും ഏട്ടന്മാരും ഇനി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വന്നാ നമ്മളിനി എന്ത് ചെയ്യും? ആദ്യം സമ്മതിക്കൊന്ന് നോക്കട്ടെ. സമ്മതിച്ചില്ലെങ്കിൽ അപ്പൊ നോക്കാം. ധനുഷ് എന്നാ എന്നെ കാണാൻ വരുന്നേ? എനിക്ക് കാണാൻ കൊതിയായിട്ട് വയ്യ. അത്രയ്ക്കും കൊതിയാണോ? സത്യം. എങ്കിൽ നാളെ തന്നെ വന്നു കളയാം. എന്താ, അതുപോരെ? മതി, അത് മതി. ഇന്നീ രാത്രി കൂടി ഇങ്ങനെ പോട്ടെ. അല്ല, എവിടെ വെച്ചാ കാണുന്നേ? തന്റെ വീടായ നെല്ലിശ്ശേരിയിൽ വെച്ച് തന്നെ. ഇവിടെയോ? ഇവിടെ എല്ലാവരും കാണും. ആ, അതാ അങ്ങോട്ട് തന്നെ വരുന്നത്. നാളെ ഒരു തീരുമാനം ഉണ്ടാക്കാം നമുക്ക്. നാളെ വരുമ്പോ എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടെ ധനുഷിന്? എനിക്കിവിടെ മടുത്തു. നോക്കാം. ആദ്യം ഞാൻ അവിടെ വന്ന് സാഹചര്യമൊക്കെ ഒന്ന് നോക്കട്ടെ. ആരെതിർത്താലും താൻ എന്റെ കൂടെ തന്നെ ജീവിക്കും. അത് ഞാൻ തരുന്ന ഉറപ്പാ. എന്താ, അതുപോലെ? മതി. എങ്കിൽ എന്റെ മോള് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങ്. ചെല്ല്, ബാക്കിയൊക്കെ നാളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
അച്ഛൻ ഉറങ്ങിയായിരുന്നോ? ഇല്ല. നിങ്ങളെന്താ രണ്ടുപേരും കൂടി? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട് അച്ഛാ. വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല അച്ഛാ, സ്നേഹയുടെ കാര്യമാണ്. സ്നേഹ ഇങ്ങനൊരു അവസ്ഥയിൽ എത്ര നാൾ നമ്മൾ കണ്ടില്ലെന്നടിക്കും. ഉടനെ മറ്റൊരാളെ കണ്ടുപിടിച്ച് സ്നേഹയെ വിവാഹം കഴിപ്പിക്കണം. ധനുഷുമായുള്ള വിവാഹം മുടങ്ങിയതിൽ പിന്നെ അവള് വല്ലാത്തൊരവസ്ഥയിലാ. ഈ സമയത്ത് ഒരു വിവാഹത്തെപ്പറ്റി അവളോട് എങ്ങനെയാ നമ്മൾ സംസാരിക്കുന്നത്? എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് പോകും കാര്യങ്ങൾ. അവളുടെ അവസ്ഥ നിങ്ങൾക്കും അറിയാലോ. അവൾ അവസാനം പറഞ്ഞതും അവൾക്ക് അവനെ മതിയെന്നാ. അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കാനും പോകുന്നില്ല എന്ന് കരുതി ഉടനെ ഒരു വിവാഹത്തിന് അവളെ നിർബന്ധിക്കാനും പറ്റില്ല. എപ്പോഴും ഒറ്റയ്ക്കായെന്നൊരു തോന്നലുണ്ട് സ്നേഹയുടെ മനസ്സിൽ. ധനുഷിനേക്കാളും നല്ലൊരു പയ്യൻ അവളുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അതൊക്കെ പതിയെ മാറും. അതെ അച്ഛാ, ധനുഷല്ല ലോകമെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ മറ്റൊരാള് അവളുടെ ജീവിതത്തിലേക്ക് വരുന്നതാ ഏറ്റവും ഉചിതം. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾക്കത് വാശിയാവേ ഉള്ളൂ. ഒരാളെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ മറ്റൊരാളുടെ കടന്നുവരവിന് കഴിയും. സ്നേഹിക്ക് നല്ലൊരു പയ്യനെ കിട്ടും, എനിക്ക് ഉറപ്പാ. എനിക്ക് വേണ്ടെങ്കിലോ? നിങ്ങളിപ്പോ പറഞ്ഞ നല്ലൊരു പയ്യൻ എനിക്ക് വേണ്ടെങ്കിലോ? നീ പിന്നെ ആരെ നോക്കിയിരിക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.